ഹായ് മക്കളെ, നമ്മളുടെ പ്രീ നീറ്റ് എക്സാം ഈ ജൂൺ 21 നടക്കുകയാണ്. അപ്പോൾ അതിലേക്കായിട്ട് നമ്മളുടെ ബോട്ടണിയിൽ ഫിസിയോളജി ഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കധികം വൈകാതെ നമ്മളുടെ ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മൾ ചാപ്റ്ററിന്റെ ഹെഡിങ് തുടങ്ങുന്ന സമയത്ത് അവിടെ നമുക്ക് വളരെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് കുറെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കാണാം. അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യം പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് സൈനോബാക്ടീരിയ prepare their own food by the process of photosynthesis and trap light energy into chemical energy and stored in. Okay, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സിനും സൈനോബാക്ടീരിയകൾക്കും എന്തിനുള്ള കഴിവുണ്ട്? അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് അങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യുക? ഫോട്ടോസിന്തസിന്റെ സമയത്ത് ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ എനർജി അവരെവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? അപ്പൊ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് that energy is stored in the bonds of carbohydrates. കൂടെ ഉള്ള ഭാഗം കൂടെ വായിക്കണം. such as ആരൊക്കെയാ പറയുന്നത്? ഗ്ലൂക്കോസ്, സൂക്രോസ്, സ്റ്റാർച്ച്. അപ്പൊ നമ്മൾ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് that energy is stored in the bonds of glucose ശരിയാണ്, സൂക്രോസ് ശരിയാണ്, സ്റ്റാർച്ച് ശരിയാണ്. ഇതൊക്കെ ആരാ? കാർബോഹൈഡ്രേറ്റ്. സോ എല്ലാ ഓപ്ഷനും കറക്റ്റ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡ്യൂറിംഗ് റെസ്പിറേഷൻ ദ കോമ്പൗണ്ട് ദാറ്റ് ആർ ഓക്സിഡൈസ്ഡ്. ഓക്കെ, റെസ്പിറേഷന്റെ സമയത്ത് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസുകളെ നമ്മൾ എന്താ വിളിക്കുക? ദേ ആർ കോൾഡ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. നമ്മൾ അതിനെ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്നാണ് വിളിക്കുക, അല്ലെ? അപ്പൊ നിങ്ങൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് ഓർത്ത് വെക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, റെസ്പിറേഷന്റെ സമയത്ത് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് ആർ ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. നിർബന്ധമാണ്, എന്തായാലും എന്ത് ചെയ്യുക? ആ പോയിന്റ് ഓർക്കുക. ആൻഡ് നമ്മുടെ മുന്നിൽ ഒരുപാട് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റുകൾ ഉണ്ട്, അല്ലെ? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതേപോലെ പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, ഓർഗാനിക് ആസിഡ്സ് ഉണ്ട്. യെസ്, ഓക്കെ. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ആരാ? ഇറ്റ് ഈസ് കാർബോഹൈഡ്രേറ്റ്. ഈ പോയിന്റ് മറക്കരുത് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഡു പ്ലാന്റ്സ് ബ്രീത്ത് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങോട് കൂടിയിട്ട് കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പ്ലാന്റ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഓർഗൻസ് ഇല്ലാത്തത്? ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിയേ. ഈച്ച് പ്ലാന്റ് പാർട്ട് ടേക്ക് കെയർ ഓഫ് ഇറ്റ്സ് ഓൺ ഗ്യാസ് എക്സ്ചേഞ്ച് നീഡ്സ്. അല്ലെ, ഒരു പ്ലാന്റില് ഓരോ പ്ലാന്റ് പാർട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഗ്യാസ് എക്സ്ചേഞ്ച് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്തിന്റെ ആവശ്യമില്ല? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഓർഗൻസിന്റെ ആവശ്യമില്ല. കറക്റ്റ് ആണല്ലോ. ദെൻ ദ പ്ലാന്റ്സ് പ്രസന്റ് ഗ്രേറ്റ് ഡിമാൻഡ്സ് ഫോർ ഗ്യാസസ് എക്സ്ചേഞ്ച്. ആണോ? പ്ലാന്റ്സിന് ഗ്യാസസ് എക്സ്ചേഞ്ചിന് എന്തില്ല? അവർക്ക് ഒരുപാട് ഡിമാൻഡ് ഇല്ല, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അപ്പോ ദി പ്രസന്റ് ഗ്രേറ്റ് ഡിമാൻഡ്സ് എന്ന് പറയുമ്പോൾ അതെന്താ? അത് തെറ്റാണ്. ആൻഡ് ഈച്ച് ലിവിംഗ് സെൽ ഇൻ എ പ്ലാന്റ് ഈസ് നോട്ട് ലൊക്കേറ്റഡ് ക്വൈറ്റ് ക്ലോസ് ടു ദി സർഫസ് ഓഫ് ദി പ്ലാന്റ്. ആണോ? ഓക്കെ, നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഓരോ പ്ലാന്റ് പാർട്ടിലും എന്താ ഈ പറയുന്ന സർഫസുമായിട്ട് ദേ ആർ പ്ലേസ്ഡ് ക്വൈറ്റ് ക്ലോസ് എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പറഞ്ഞ എന്താ? നോട്ട് ലൊക്കേറ്റഡ് ക്വൈറ്റ് ക്ലോസ് എന്നാ. അപ്പൊ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? അത് തെറ്റാ. ഡിസ്റ്റൻസ് ദാറ്റ് ഗ്യാസസ് മസ്റ്റ് ഡിഫ്യൂസ് ഈവൻ ഇൻ ലാർജ് ബൾക്കി പ്ലാന്റ് ഈസ് നോട്ട് ഗ്രേറ്റ്. ശരിയല്ലേ? ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എയും ഡിയും ശരിയാണ്, ബിയും സിയും തെറ്റാണ്. അപ്പൊ നമുക്കിവിടെ ഏത് ആൻസർ എടുക്കാൻ പറ്റുക? ഓപ്ഷൻ 4. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഒരിക്കലും നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യരുത്. എന്ത് ചെയ്യുക? ആ ഭാഗം ഒന്ന് വൃത്തിയായിട്ട് പഠിക്കുക. വേണമെങ്കിൽ ആ ഭാഗത്തു നിന്നും എന്ത് ചെയ്യാം? ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എനർജി കറൻസി ഓഫ് ദി സെൽ. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? പ്ലാന്റ്സില് ഒരുപാട് സ്ലോ സ്റ്റെപ്പ് വൈസ് റിയാക്ഷൻസിലൂടെയാണ് എനർജി റിലീസ് നടക്കുന്നത്. നോട്ട് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ്. ആ സ്റ്റേറ്റ്മെന്റ് ഓർക്കുക. ആൻഡ് അങ്ങനെ റിലീസ് ചെയ്യുന്ന എനർജി സ്റ്റോർ എന്താണ്? ATP ഒക്കെ ആയിട്ടാണ് അവർ സ്റ്റോർ ചെയ്യുക. ആൻഡ് പ്ലാന്റ്സിന് ആവശ്യമുള്ള സമയത്ത് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? ATP ആണ്. സോ ദ എനർജി കറൻസി ഓഫ് ദി സെൽ എന്ന് പറയുന്നത് ആരാ? ATP. സോ ഓപ്ഷൻ 2 ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളുടെ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന
ആ ഒരു ഭാഗത്ത് നിന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വളരെ ബ്രീഫ് ആയിട്ട് ഗ്ലൈക്കോളിസിസ് എന്താന്ന് പഠിക്കാം. നോക്കുക, ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് എന്താ? ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ആയിട്ട് പാർഷ്യൽ ഓക്സിഡേഷൻ നടന്ന് 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്ലൈക്കോളിസിസ് എന്ന് വിളിക്കുക. 3 ആളുകൾ ചേർന്നിട്ടാണ് ഈ സ്റ്റെപ്സ്, അതിലെ സ്റ്റെപ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അവര് ഒന്ന് എംപിഡൻ, രണ്ടാമത്തത് മേയറോഫ്, മൂന്നാമത്തത് പർനാസ്. സോ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ആ പാത്വേയെ നമ്മൾ എങ്ങനെ കൂടി വിളിക്കാറുണ്ട്? EMP പാത്വേ എന്ന് കൂടി വിളിക്കാറുണ്ട് അല്ലെ. ആൻഡ് എയറോബിക് റെസ്പിറേഷന്റെയും അനേറോബിക് റെസ്പിറേഷന്റെയും കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇതെന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ്. ആൻഡ് 10 കൺട്രോൾഡ് റിയാക്ഷൻസ് ആണ് ഗ്ലൈക്കോളിസിസിൽ കാണാം. അപ്പൊ 10 സ്റ്റെപ്സ് ഉണ്ട്. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് 2 എൻസൈംസ് പ്രത്യേകം NCERT-യിൽ എടുത്ത് പറയുന്നുണ്ട്. ആ എൻസൈമിന്റെ പേര് കൃത്യമായിട്ട് പഠിക്കുക. അതിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആദ്യത്തെ ഒരു എൻസൈം നിങ്ങൾ പഠിക്കുന്നത് എന്താ? ഇൻവെർട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടത്തി കഴിഞ്ഞാൽ ദേ ഫോം എന്താ? ഗ്ലൂക്കോസ് ആണ്. ആൻഡ് ഗ്ലൂക്കോസ് അവർ സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുക അല്ലെ. അപ്പൊ റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് അതിനെ വീണ്ടും ഏത് രൂപത്തിലേക്ക് മാറ്റണം? അവർക്ക് ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ആ സുക്രോസിനെ ഈ പറയുന്ന ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന എൻസൈം ആണ് ആര്? ഇൻവെർട്ടേസ്. ഇത് നിർബന്ധമായിട്ടും ഓർക്കാം. ഓക്കെ, അങ്ങനെ ഗ്ലൈക്കോളിസിസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഗ്ലൈക്കോളിസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ ഗ്ലൂക്കോസ് ഫോസ്ഫോറിലേറ്റഡ് ഇൻടു ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. ഈ ഒരു സ്റ്റെപ്പിനെ മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈം ആണ് അടുത്തതായിട്ട് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. അതാരാ? ഹെക്സോകൈനേസ്. ഹെക്സോകൈനേസ്. ചോദ്യം എന്താ? ദ എൻസൈം വിച്ച് കൺവേർട്ട് ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. ഏതാ എൻസൈം? ഹെക്സോകൈനേസ് ആണ് അല്ലെ. നമുക്കിനി വളരെ ബ്രീഫ് ആയിട്ട് ആ ഗ്ലൈക്കോളിസിസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം കേട്ടോ. നോക്കണേ. അപ്പോൾ 10 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആകും. then glucose 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആകും. then ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. then അത് സ്പ്ലിറ്റ് ചെയ്യും ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റുമായിട്ട് മാറും. ഇപ്പൊ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ PGAL എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ ഓർക്കണം. അടുത്തത് ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് പിന്നീട് മാറായിട്ട് തന്നെ മാറും. ഈ പറയുന്ന ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആകും. സോ അവിടെ 2 മോളിക്യൂൾ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഉണ്ട്. then ആ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആകും. then 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആകും. then 2,2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആകും. then 2-ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് ആകും. ഫൈനലി പൈറുവിക് ആസിഡ് 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ആണ് ഉണ്ടാവുക. പൈറുവിക് ആസിഡ് എത്ര കാർബൺ കോമ്പൗണ്ട് ആണ്? അതൊരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. ആ കാര്യം ഓർക്കണം. ഇനി ഈ 10 സ്റ്റെപ്പുകളിൽ പല സ്റ്റെപ്പുകളിലും ATP സിന്തസിസ് നടക്കുന്നുണ്ട്. ATP യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഉണ്ട്. വാട്ടർ മോളിക്യൂൾ റെഡ്യൂസ് ചെയ്യപ്പെടുന്ന വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുന്ന സ്റ്റെപ്പ് ഉണ്ട്. NADക്ക് റിഡക്ഷൻ നടക്കുന്ന സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ സ്റ്റെപ്സ് ഒന്ന് നമുക്ക് നോക്കാം. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്? ATP യൂസ് ചെയ്യുന്നത്. അങ്ങനെ ATP ഉപയോഗിക്കുന്ന 2 സ്റ്റെപ്പുകളാണ് ഗ്ലൈക്കോളിസിസിൽ ഉള്ളത്. ഒന്ന് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആകുമ്പം, രണ്ടാമത്തതോ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറുമ്പോൾ. അത് എന്തായാലും ഓർക്കണം കേട്ടോ. അടുത്തത് NADക്ക് റിഡക്ഷൻ നടക്കുന്ന സ്റ്റെപ്പ് ഏതാ? NAD റെഡ്യൂസ്ഡ് ടു NADH+H+. ഏത് സ്റ്റെപ്പിലാ? ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ. ഓക്കെ, then ATP സിന്തസിസ് നടക്കുന്ന 2 സ്റ്റെപ്സ് കാണാം. ഒന്ന് 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്തും, അടുത്തത് ഫോസ്ഫോയിനോൾ പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്തും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ATP സിന്തസിസ് നടക്കുന്നുണ്ട് അല്ലേടാ. വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ആണുള്ളത്. എപ്പോഴാ? 2-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആയിട്ട് മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വാട്ടർ മോളിക്യൂൾ റിലീസ് ചെയ്യും. സോ ഈ കാര്യങ്ങളൂടെ എവിടുന്ന് പഠിക്കുക? നമ്മളുടെ ഗ്ലൈക്കോളിസിസ് പഠിക്കുക. ആൻഡ് ഗ്ലൈക്കോളിസിസിലെ ATP എത്ര ATP ഉണ്ടാവുന്ന പഠിക്കുന്നത്? 2 ATP എന്നൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗം എന്താ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും.
അങ്ങനെ നമ്മൾ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞു. ഗ്ലൈക്കോളിസിസ് കഴിയുമ്പോൾ അവിടെ 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. ആ പൈറുവിക് ആസിഡിന് മുന്നിലേക്ക് there are 3 major ways ആണല്ലോ. ആ 3 മേജർ വേസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഒന്ന് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ, then ആൽക്കഹോളിക് ഫെർമെന്റേഷൻ, മൂന്നാമത്തേത് എയറോബിക് റെസ്പിറേഷൻ. ഓക്കെ, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറിങ് അവിടെ എന്താ സംഭവിക്കുന്നത്? പൈറുവിക് ആസിഡ് എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം പൈറുവിക് ആസിഡിന് ഡീകാർബോക്സിലേഷൻ നടക്കും, അവിടെ അസെറ്റാൽഡിഹൈഡ് ഉണ്ടാകും. ആ അസെറ്റാൽഡിഹൈഡ് ആണ് ആരായിട്ട് റെഡ്യൂസ് ചെയ്യുന്നത്? എത്തനോൾ ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഈ ഡീകാർബോക്സിലേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം ഏതാ? പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേസ് ആണ്. ആൻഡ് അസെറ്റാൽഡിഹൈഡിനെ എത്തനോൾ ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന എൻസൈം ഏതാ? ആൽക്കഹോൾ ഡീഹൈഡ്രോജിനേസ് ആണ്. ക്ലിയർ? അടുത്ത നോക്കുക, ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനെ കുറിച്ച് പറയുമ്പോൾ ചില ബാക്ടീരിയകളിൽ അതേപോലെ നമ്മളുടെ മസിൽ സെൽസിലൊക്കെ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നടക്കാറുണ്ട് അല്ലേ. ഇപ്പൊ ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നടക്കുന്ന സമയത്ത് അവിടെ പൈറുവിക് ആസിഡ് ഈസ് റെഡ്യൂസ്ഡ് ടു ആരാടാ? ലാക്റ്റിക് ആസിഡ് ആണ്. ഏതാ എൻസൈം? ലാക്ടേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഓക്കെ, അപ്പോ ഈ ഏരിയയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഏഴാമതായിട്ട് കാണാൻ പറ്റുക. ദ എത്തനോൾ ഈസ് ഫോർമഡ് from acetaldehyde by an enzyme called. വളരെ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അസെറ്റാൽഡിഹൈഡിൽ നിന്ന് എത്തനോൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഏത്? എൻസൈം ഏതാ? ആൽക്കഹോൾ ഡീഹൈഡ്രോജിനേസ്. ക്ലിയർ? അങ്ങനെ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ഒക്കെ കഴിഞ്ഞു. ഈസ്റ്റ് സെല്ലിലാണ് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കുക. അവിടെ ആരൊക്കെ ഉണ്ടായി? എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉണ്ടായി അല്ലെ. എത്തനോൾ ആണ്, ആൽക്കഹോൾ ആണ്, ആണല്ലോ. അപ്പോൾ ഈസ്റ്റിന്റെ സെല്ലില് ആൽക്കഹോൾ ഉണ്ടാവുന്ന സമയത്ത് ഈസ്റ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യെസ്, ഓഫ് കോഴ്സ് അവിടെ ഒരു പ്രശ്നമുണ്ട്. സോ അടുത്ത ചോദ്യം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദ ഈസ്റ്റ് പോയിസൺ themselves to death when alcohol concentration reaches to dash in alcoholic fermentation. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടന്നു കഴിഞ്ഞ് ആൽക്കഹോൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ ആൽക്കഹോളിന്റെ ഏതുവരെയുള്ള കോൺസെൻട്രേഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റിന് അത് ബുദ്ധിമുട്ടാവും, അതിന് ഡെത്തിലേക്ക് കോസ് ചെയ്യുന്നതാണ് ചോദ്യം. ഓക്കെ, എത്രയാ? 13%. അപ്പൊ അവിടെ 2% കണക്കാ ഭാഗത്ത് പറയുന്നുണ്ട്. ഒന്ന് ഈസ്റ്റിന് പോയിസൺ ആകുന്ന ആൽക്കഹോള് ഏതുവരെ എത്തിയാലാണ് ഈസ്റ്റിന് അത് പോയിസൺ ആയിട്ട് മാറാ? 13%. അതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്ന മറ്റൊരു പെർസെൻറ്റേജ് ആണ് ആ ഭാഗത്ത് <7%. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഓക്കെ, ഫെർമെന്റേഷൻ കഴിയുന്ന സമയത്ത് ഗ്ലൂക്കോസ് എന്ന് ഈ പറഞ്ഞ പോലെ ലാക്റ്റിക് ആസിഡോ അല്ലെങ്കിൽ എത്തനോളോ കാർബൺ ഡൈ ഓക്സൈഡോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ആകെ <7% എനർജി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? റിലീസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ കാര്യം കൂടെ എന്ത് ചെയ്യാ? ഇതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ചോദ്യം ഗ്ലൈക്കോളിസിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ദ റിയാക്ഷൻ ഇൻവോൾവ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് NAD+. NAD+ന്റെ റിഡക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഗ്ലൈക്കോളിസിസിൽ ഒരു സ്റ്റെപ്പില് NAD ഈസ് റെഡ്യൂസ്ഡ് ടു ആരാ? NADH+H+. അപ്പോ ആ NADയുടെ റിഡക്ഷൻ നടക്കുന്ന സ്റ്റെപ്പ് ഏതാന്നാ ചോദിച്ചിട്ടുള്ളത്. ഏത് സ്റ്റെപ്പിലാ? നമ്മുടെ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആരായിട്ട് മാറുന്ന സമയത്ത് 1,3-ബൈഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്തല്ലേ ആ NADക്ക് റിഡക്ഷൻ നടക്കുന്നത്. അപ്പൊ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ 4. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെ നമ്മള് പൈറുവിക് ആസിഡ് ഒക്കെ ഉണ്ടായി, ഫെർമെന്റേഷൻ എന്ന് പറയുന്ന ഒരു വഴിയൊക്കെ പറഞ്ഞു. അടുത്ത വഴികളിലേക്ക് കയറുകയാണ്, ദാറ്റ് ഈസ് ക്രെബ്സ് സൈക്കിൾ. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് ക്രെബ്സ് സൈക്കിളിന്റെ ഭാഗത്തു നിന്നാണ് കേട്ടോ. അറിയാം, ഹാൻസ് ക്രെബ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ദിസ് ഇസ് ഫസ്റ്റ് എലുസിഡേറ്റഡ്. ആൻഡ് ഇതിലെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ക്രെബ്സ് സൈക്കിളിലെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആരാണ്? സിട്രിക് ആസിഡ് ആണ്. സോ ഇതിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു ട്രൈ കാർബോക്സിലിക് ആസിഡ് ആണ്. സോ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. ഓക്കെ ആണല്ലോ? അപ്പോ ഈ പറയുന്ന ക്രെബ്സ് സൈക്കിള് ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ആയിട്ട് ചോദ്യം വരാം. അപ്പൊ നമുക്ക് വളരെ ബ്രീഫ് ആയിട്ട് ആ ക്രെബ്സ് സൈക്കിളോട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കുക, ഈ പറയുന്ന പൈറുവിക് ആസിഡ്, ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞുണ്ടാകുന്ന പൈറുവിക് ആസിഡ് അതേ രൂപത്തിലല്ല ക്രെബ്സ് സൈക്കിളിന്റെ പാർട്ടാവണത്. ആദ്യം ഈ പൈറുവിക് ആസിഡ് എന്ത് സംഭവിക്കും? സൈറ്റോപ്ലാസത്തിലാണ് പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നത് അല്ലെ, ഗ്ലൈക്കോളിസിസ് നടന്നിട്ട്. ആ പൈറുവിക് ആസിഡിന് എന്താ സംഭവിക്കുക? കണ്ടോ, ഡീകാർബോക്സിലേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അത് ആരായിട്ട് മാറി? അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് മാറി. ഒരു 2 കാർബൺ കോമ്പൗണ്ട് ആണ് ആര്? അസറ്റൈൽ കോഎൻസൈം എ. ഇതിനെയാണ് നമ്മൾ ലിങ്ക് റിയാക്ഷൻ എന്ന് വിളിക്കുക.
ഓക്കെ, ഈ ലിങ്ക് റിയാക്ഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാ? മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ വെച്ചിട്ടാ. ഓക്കെ ആണല്ലോ. ദെൻ ക്രെബ്സ് സൈക്കിൾ നടക്കുന്നതും എവിടെ വെച്ചിട്ടാ? മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ വെച്ചാ. ഓക്കെ, ഈ അസറ്റൈൽ കോഎൻസൈം എ ആരുമായിട്ടാ കമ്പൈൻ ചെയ്യുന്നത്? ഫസ്റ്റ് ഓക്സാലോ അസെറ്റിക് ആസിഡുമായിട്ടാ. സോ ഫസ്റ്റ് മെമ്പർ ഓഫ് ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത് ആരാ? ഓക്സാലോ അസെറ്റിക് ആസിഡാ. ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ് ആര്? ഓക്സാലോ അസെറ്റിക് ആസിഡ്. ഓക്കെ, ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആരാ? സിട്രിക് ആസിഡ് ആണ്. അതൊരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത് the TCA cycle start with the condensation of acetyl group with oxaloacetic acid and water to yield citric acid. The reaction is catalyzed by the enzyme. ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഏതാ? ഏതാ എൻസൈം? ഇറ്റ് ഈസ് സിട്രേറ്റ് സിന്തേസ് ആണല്ലോ. ഇനി ബാക്കി സ്റ്റെപ്പുകളിൽ നിങ്ങൾ ആ സ്റ്റെപ്സ് ഒന്ന് ഓർഡറിൽ തന്നെ പഠിക്കുക. അതിൽ നിങ്ങൾ ഒരാളെ മറക്കരുത്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ്. ഓക്കെ, ഈ ക്രെബ്സ് സൈക്കിളിലെ ഒരേ ഒരു 5 കാർബൺ ഇന്റർമീഡിയറ്റ് ആണ് ആരെന്ന് പറയുന്നത്? ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ്. ആൻഡ് ഈ ക്രെബ്സ് സൈക്കിൾ നടക്കുന്ന സമയത്ത് 3 പോയിന്റിലാണ് NADക്ക് റിഡക്ഷൻ സംഭവിക്കുന്നത്, ആൻഡ് ഒരു പോയിന്റിലാണ് FADക്ക് റിഡക്ഷൻ സംഭവിക്കുന്നത്, ആൻഡ് ഒരു സ്റ്റെപ്പിലാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ATP സിന്തസിസ് നടക്കുന്നത്. അപ്പൊ അതേതൊക്കെ സ്റ്റെപ്പ് എന്നുള്ളത് മക്കൾ നോക്കുക. അതേപോലെ ഓരോ നിലയും കാർബൺ ആറ്റങ്ങളും നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, which one of the following is complex 5 of the ETS of inner mitochondrial membrane? ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണല്ലേ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എവിടെയാ നടക്കുക? ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനില് 5 കോംപ്ലക്സുകൾ ഉണ്ട്. അതില് 4 ഇലക്ട്രോൺ കാരിയർ കോംപ്ലക്സ് ആണല്ലോ. ഓരോ കോംപ്ലക്സിനും പേരൊന്ന് പഠിക്കണം. ഒന്നാമത്തെ കോംപ്ലക്സ് NADH ഡീഹൈഡ്രോജിനേസ്, 2 ഇതാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്, 3 സൈറ്റോക്രോം BC1 കോംപ്ലക്സ്, 4 ഏതാ? സൈറ്റോക്രോം C ഓക്സിഡേസ് കോംപ്ലക്സ്, 5 ഏതാ? ATP സിന്തേസ്. ആൻസർ കിട്ടിയല്ലോ. 5ാമത്തെ കോംപ്ലക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്, ATP സിന്തേസ്. ആ ATP സിന്തേസ് കോംപ്ലക്സ് തന്നെയാണ് ഈ ഡയഗ്രത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഡയഗ്രം വന്നിട്ട് ചോദിക്കും ഇത് ഏതാ? ഇത് കോംപ്ലക്സ് 5 ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ്. ഇനി ബാക്കി വളരെ ബ്രീഫ് ആയിട്ടൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ ഇലക്ട്രോൺ കാരിയേഴ്സിനെ കാണാം. യുബീക്വിനോൺ ഉണ്ട് അല്ലെ. ദെൻ മറ്റൊരാളാണ് ആര്? സൈറ്റോക്രോം C. എവിടെയാ നമുക്ക് സൈറ്റോക്രോം C കാണാൻ പറ്റുക? ദ ഔട്ടർ സർഫസ് ഓഫ് ഇന്നർ മെംബ്രെയിൻ. ഇറ്റ് ഈസ് എ സ്മോൾ പ്രോട്ടീൻ അറ്റാച്ച്ഡ് ടു ഔട്ടർ സർഫസ് ഓഫ് ഇന്നർ മെംബ്രെയിൻ ആണല്ലോ. ഇനി ഒരുപാട് സൈറ്റോക്രോംസ് ഉണ്ട്. ഇവിടെ സൈറ്റോക്രോം B ഉണ്ട്, സൈറ്റോക്രോം C1 ഉണ്ട്, സൈറ്റോക്രോം C ഉണ്ട്, സൈറ്റോക്രോം A ഉണ്ട്, സൈറ്റോക്രോം A3 ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഓർഡർ ഒന്ന് ഓർത്തു വെക്കുക. ആൻഡ് ഇവിടുത്തെ ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ എന്ന് പറയുന്നത് ആരാ? അത് ഓക്സിജൻ ആണ്. ഫൈനൽ പ്രോട്ടോൺ ആക്സെപ്റ്റർ എന്ന് പറയുന്നത് ആരാ? ഓക്സിജൻ ആണ്. ഇനി ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ അതിന്റെ എൻഡ് പ്രോഡക്ട്സ് എന്തൊക്കെയാന്ന് വേണമെങ്കിൽ ചോദ്യം വരാം. എൻഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? ദാറ്റ് ഈസ് ATP ആൻഡ് വാട്ടർ മോളിക്യൂൾ ആണ്. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കെമിയോസ്മോട്ടിക് ഹൈപ്പോതെസിസ് അല്ലെ. അത് ബേസ് ചെയ്തിട്ട് തന്നെയാണല്ലോ ഇവിടെയും ATP സിന്തസിസ് ഒക്കെ നടക്കുന്നത്. അപ്പൊ കെമിയോസ്മോട്ടിക് ഹൈപ്പോതെസിസ് അനുസരിച്ച് ഇവിടെ ATP സിന്തസിസ് നടക്കുമ്പോൾ ദ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് പ്രോട്ടോൺസ് അക്യുമുലേറ്റ് ചെയ്യുന്നത് എവിടെയാ? ഇന്റർ മെംബ്രെയിൻ സ്പേസിലാണ്. ആൻഡ് പ്രോട്ടോൺസിന്റെ എണ്ണം കുറയുന്നത് എവിടെയാ? മാട്രിക്സിലാണ്. ആ കാര്യം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ഇൻ മൈറ്റോകോൺഡ്രിയ സൈറ്റോക്രോം C is a small protein attached to പറഞ്ഞല്ലോ. എവിടെ കാണാ? ഔട്ടർ സർഫസ് ഓഫ് ദി ഇന്നർ മെംബ്രെയിൻ. അടുത്ത നോക്കുക, all enzymes of TCA cycle are located in the mitochondrial matrix except one which is located in inner mitochondrial membrane. This enzyme is നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ക്രെബ്സ് സൈക്കിൾ നടക്കുക നമുക്കറിയാം മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ വെച്ച ഒരുപാട് എൻസൈംസ് അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ എൻസൈംസ് ലൊക്കേറ്റ് ചെയ്യുന്നത് മാട്രിക്സിലാ, ഒരാളൊഴികെ. ഒരു എൻസൈമിനെ മാത്രം നമുക്ക് എവിടെ കാണാൻ പറ്റുക? ഇന്നർ മെംബ്രെയിനിലാ. ആ എൻസൈം ഏതാന്നാണ് ചോദ്യം. ഏതാ എൻസൈം? സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കുക കേട്ടോ. അടുത്ത ചോദ്യം, the number of ATP molecule produced when a molecule of glucose undergoes fermentation. ഫെർമെന്റേഷൻ പറഞ്ഞല്ലോ നമ്മള്
അവിടെ ഓക്സിജന്റെ പ്രസൻസ് ഒന്നുമില്ല. അങ്ങനെ ഫെർമെന്റേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ആകെ എത്ര ATP ഉണ്ടാവണത്? ആകെ 2 ATP മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക. എന്നാ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിന് എയറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ അവിടെ എത്ര ATP ഉണ്ടാവുക? അവിടെ 38 ATP മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക. ആ കാര്യം കൂടെ ഒന്ന് ഓർക്കുക. ഈ 2 ATP പറയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസിന് ഫെർമെന്റേഷൻ നടക്കുമ്പോൾ ഓൺലി ലെസ് ദാൻ 7% എനർജി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ റിലീസ് ചെയ്യപ്പെടുന്നുള്ളൂ. ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മൾ ക്രെബ്സ് സൈക്കിളും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ കംപ്ലീറ്റ് ആക്കി. ചാപ്റ്ററിലെ ഏറ്റവും അവസാന ഭാഗത്തിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് റെസ്പിറേറ്ററി കോഷ്യന്റ്. സോ അടുത്ത ചോദ്യം റെസ്പിറേറ്ററി കോഷ്യന്റിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ കഴിഞ്ഞ നീറ്റിന് വരെ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ എന്താണ് റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ? മക്കളെ, റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ ടേക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോ റെസ്പിറേഷന്റെ സമയത്ത് പുറത്തേക്ക് ഇവോൾവ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ വോള്യവും അതേപോലെ യൂസ് ചെയ്യുന്ന ഓക്സിജന്റെ വോള്യവും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയാ? റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഡിഫറെന്റ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആവുന്ന സമയത്ത് ഈ RQ വാല്യൂയിലും എന്ത് വരും? വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റുകൾ മാറുന്നതിനനുസരിച്ച് RQ വാല്യൂ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് കുറച്ചെണ്ണത്തിന്റെ RQ വാല്യൂ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഓക്കെ, അതൊന്നുള്ള ഒന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ട്രൈപാൽമിറ്റിന്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ട്രൈപാൽമിറ്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ RQ വാല്യൂ എത്രയാ? 0.7 ആണ്. സോ ആൻസർ ഓപ്ഷൻ 2 ആണ് അല്ലെ? ഇഫ് ഇൻ കേസ് കാർബോഹൈഡ്രേറ്റ് ആണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്നുണ്ടെങ്കിൽ RQ വാല്യൂ എത്രയാ വരിക? 1 ആണ് വരിക. കാരണം അവിടെ പുറത്തേക്ക് ഇവോൾവ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ വോള്യവും കൺസ്യൂം ചെയ്യുന്ന ഓക്സിജന്റെ വോള്യവും എന്താ? രണ്ടും ഈക്വൽ ആണ് അല്ലെ? അടുത്ത കേസ്, ഇഫ് ഇറ്റ് ഈസ് ഫാറ്റ് ആണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്നുണ്ടെങ്കിൽ RQ വാല്യൂ എന്ന് പറയുന്നത് എന്താ? ലെസ് ദാൻ 1 ആണ്. പ്രോട്ടീൻ ആണെങ്കിൽ RQ വാല്യൂ എന്ന് പറയുന്നത് എന്താ? അതും ലെസ് ദാൻ 1 ആണ്. വാല്യൂ എടുത്ത് പറയുന്നുണ്ട് 0.9. ഇഫ് ഇറ്റ് ഈസ് ഓർഗാനിക് ആസിഡ്, ഓർഗാനിക് ആസിഡ്സ് ആണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്നുണ്ടെങ്കിൽ RQ വാല്യൂ എന്താ? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഒന്നിനെക്കാട്ടിലും വലുതായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഭാഗം ഒന്ന് എന്തായാലും നോക്കണം. നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. അടുത്ത ചോദ്യം ഒരു അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ പറഞ്ഞിട്ടുള്ളത് ATP is used at 2 step in glycolysis. ഗ്ലൈക്കോളിസിസിൽ 2 സ്റ്റെപ്പിൽ ATP യൂസ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ എന്താ റീസൺ പറയണ്ടേ? ഏതൊക്കെ സ്റ്റെപ്പിലാണ് അല്ലെ ATP യൂസ് ചെയ്യുന്നത്? റീസൺ നോക്കിയേ. ഫസ്റ്റ് ATP is used in converting glucose into glucose 6-phosphate and second ATP is used in conversion of fructose 6-phosphate into fructose 1,6-bisphosphate. കറക്റ്റ് അല്ലേ? ആ 2 സ്റ്റെപ്പ് ഓർഡർ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓർഡറും കറക്റ്റ് ആണ്. ആൻഡ് സ്റ്റെപ്സ് ഒന്ന് ഗ്ലൂക്കോസ് 6-phosphate ആവുന്ന സമയത്തും then fructose 6-phosphate fructose 1,6-bisphosphate ആവുന്ന സമയത്തും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? കറക്റ്റാ അല്ലെ? അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് പറയാം. സോ ആൻസർ എന്ന് പറയുന്നത് എന്താ? ഓപ്ഷൻ 4. ഓക്കെ, അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ? Glycerol would enter the respiratory pathway only after being converted into. ഗ്ലിസറോൾ എങ്ങനെയാണ് റെസ്പിറേറ്ററി പാത്വേന്റെ ഭാഗമാകുന്നത് അല്ലെ? അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു ചാർട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബ്രീഫ് ആയിട്ട് ആദ്യം ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എടാ ശ്രദ്ധിക്കേ. ആദ്യം എന്താ ചെയ്യുക? ഫാറ്റ് ആണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഫാറ്റി ആസിഡോ ഗ്ലിസറോളോ ആയിട്ട് ബ്രേക്ക് ഡൗൺ നടക്കും. ഫാറ്റി ആസിഡ് റെസ്പിറേറ്ററി പാത്വേയിലേക്ക് എൻറ്റർ ചെയ്യുന്നത് അസറ്റൈൽ കോഎൻസൈം എ ആയിട്ടാ. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഗ്ലിസറോൾ ആണെങ്കിൽ അത് ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ആയി മാറിയിട്ടാണ് ഇതിന്റെ ഭാഗമായിട്ട് മാറുക? റെസ്പിറേറ്ററി പാത്വേയുടെ ഭാഗമായിട്ട് മാറുക. ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഇഫ് ഇറ്റ് ഈസ് പ്രോട്ടീൻസ് ആണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് എന്ത് ചെയ്യും? അമിനോ ആസിഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺ നടക്കും. ഡീഅമിനേഷൻ ആണ് അവിടെ നടക്കുന്നത് ആണല്ലോ. എന്നിട്ട് ഏത് അമിനോ ആസിഡ് ആണോ, ഒരുപാട് അമിനോ ആസിഡ്സ് ഉണ്ടല്ലോ, അതിന്റെ സ്ട്രക്ചറിനനുസരിച്ച് വേണമെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം? പൈറൂവിക് ആസിഡ് ആയിട്ടോ അല്ലെങ്കിൽ അസറ്റൈൽ കോഎൻസൈം എ ആയിട്ടോ അല്ലെങ്കിൽ എന്തും ചെയ്യാം? ക്രെബ്സ് സൈക്കിളിലേക്ക് ഡയറക്റ്റ് എൻ്റർ ചെയ്യുകയും ചെയ്യാം.
അപ്പൊ ഈ കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് ഓർത്ത് വെക്കുക. ഫാറ്റി ആസിഡ് ആണെങ്കിൽ അസറ്റൈൽ കോഎൻസൈം എ, ഗ്ലിസറോൾ ആണെന്നുണ്ടെങ്കിൽ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ്. ഇനി പ്രോട്ടീൻസ് ആഫ്റ്റർ ഡിയാമിനേഷൻ അമിനോ ആസിഡ്സ് ആകും. അതിന് എന്ത് ചെയ്യാം, ഒന്നുകിൽ പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റൈൽ കോഎൻസൈം എ അല്ലെങ്കിൽ ക്രെബ്സ് സൈക്കിളിലേക്ക് തന്നെ ഡയറക്റ്റ് എൻറ്റർ ചെയ്യാം. എന്ത് ബേസ് ചെയ്തിട്ടാ? ബേസ്ഡ് ഓൺ ദി സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളുടെ ചോദ്യം വന്ന് ഗ്ലിസറോൾ വുഡ് എൻറ്റർ ദി റെസ്പിറേറ്ററി പാത്വേ ആരായിട്ടാ? ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ്. ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം റെസ്പിറേറ്ററി കോഷ്യന്റിന്റെ ഭാഗത്തു നിന്നുള്ളത് തന്നെയാണ്. ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂട്ടോ. When carbohydrates are used as substrate, okay, and anaerobically oxidize the value of RQ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ടില്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, RQ ഉണ്ട്, ഫസ്റ്റ് ഓപ്ഷൻ 1 ഉണ്ട്, അതുകൊണ്ട് കുത്തി കഴിഞ്ഞാൽ മാർക്ക് പോകും. ഇപ്പൊ ക്വസ്റ്റ്യനില് ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. എന്താ? അനേറോബിക്കലി എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അനേറോബിക് എന്ന് പറയുമ്പം അവിടെ ആരില്ല? ഓക്സിജൻ യൂസ് ചെയ്യുന്നില്ല അല്ലെ? അപ്പൊ വോള്യൂം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് അറിയാം, കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ 6. ഇനി ഉപയോഗിച്ച ഓക്സിജൻ ഒന്നുമില്ല, അപ്പൊ എന്താ വരിക? ഇൻഫിനിറ്റി. ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം നേരത്തെ നമ്മൾ കാണിച്ച ആ ചാർട്ട് തന്നെയാണ്. ആ ഡിഫറെന്റ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് എങ്ങനെയാണ് റെസ്പിറേഷന്റെ ഭാഗമായിട്ട് മാറുന്നത് അല്ലെ, അതൊന്ന് വന്നിട്ടില്ല. ആ ചാർട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുക. ഒന്ന് നോക്കിയേ, അവിടെ നിങ്ങൾക്ക് ആ കറക്റ്റ് അതിനെ ഒന്ന് ഫിൽ ചെയ്യാണ് വേണ്ടത്. എ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാ? അത് ബ്രേക്ക് ഡൗൺ നടത്തുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആവുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഫാറ്റ് ആണ് അല്ലെ. അടുത്തത് ഗ്ലിസറോള് ഫസ്റ്റ് ആരായിട്ടാ മാറാ? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. അതാണ് പിന്നീട് ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആവുക. എന്നിട്ടാണ് അവർ ഏതിലേക്ക് എൻറ്റർ ചെയ്യുക? റെസ്പിറേറ്ററി പാത്വേയിലേക്ക് എൻറ്റർ ചെയ്യുക. ഇനി അമിനോ ആസിഡ് ആരാ അമിനോ ആസിഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺ നടക്കുന്നത്? അത് പ്രോട്ടീൻസ് ആണ് ആണല്ലോ. ഇനി അമിനോ ആസിഡ്സ് പൈറുവിക് ആസിഡ്. പൈറുവിക് ആസിഡ് ആരായിട്ടാ മാറാ? അസറ്റൈൽ കോഎൻസൈം എ അല്ലെ. അപ്പൊ കറക്റ്റ് ചെയ്താ വരാ? എ എന്ന് പറയുന്നത് ഫാറ്റ് ആണ്, ബി എന്ന് പറയുന്നത് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആണ്, സി എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്, ആൻഡ് ഡി എന്ന് പറയുന്നത് അസറ്റൈൽ കോഎൻസൈം ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ, അപ്പൊ ചാർട്ട് ഒന്ന് നോക്കുക കേട്ടോ. അടുത്തത് ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് ATP കൗണ്ട്സ് പഠിക്കുന്നുണ്ട് അല്ലെ. അതായത് ക്രെബ്സ് സൈക്കിളിൽ എത്ര ATP ഉണ്ടാവുന്നുണ്ട്, ലിങ്ക് റിയാക്ഷനിൽ എത്ര ATP ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ATP കൗണ്ടുകളെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. Which one of the following option give the correct number of ATP molecule released during different processes of aerobic respiration of one glucose? ഒരു ഗ്ലൂക്കോസ് വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം ഗ്ലൈക്കോളിസിസ്. ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് ഗ്ലൈക്കോളിസിസ് വഴി 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ആയിട്ട് മാറും ആണല്ലോ. അപ്പോ അവിടെ ഡയറക്റ്റ് ആയിട്ട് 2 ATP സിന്തസൈസ് ചെയ്യുന്നുണ്ട്. യെസ്, ആൻഡ് അവിടെ 2 മോളിക്യൂൾ NADH+H+ ഉണ്ടാവുന്നുണ്ട്. ശരിയല്ലേ? ഒരു മോളിക്യൂൾ NADH+H+ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ATP കിട്ടും. അപ്പൊ 2 മോളിക്യൂൾ NADH ആണെങ്കിലോ 6 ATP കിട്ടും. അപ്പൊ ടോട്ടൽ എത്ര ATP നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും? 8 ATP പറയാം അല്ലെ. അപ്പൊ ഗ്ലൈക്കോളിസിസില് ടോട്ടൽ ATP എന്ന് പറയുന്നത് 8. ഇനി ഒരു ലിങ്ക് റിയാക്ഷൻ എന്നാ പറഞ്ഞേ. എന്താ ലിങ്ക് റിയാക്ഷൻ? നമ്മളുടെ ഗ്ലൈക്കോളിസിസ് വഴി ഉണ്ടാകുന്ന പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ ലിങ്ക് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ആ സമയത്ത് ഒരു പൈറുവിക് ആസിഡ് ഒരു അസറ്റൈൽ കോഎൻസൈം എ ആയിട്ട് മാറുമ്പം അവിടെ ഒരു മോളിക്യൂൾ NADH+H+ ആണ് ഉണ്ടാവുക. അതിന് ഓക്സിഡേഷൻ നടന്ന എത്ര ATP ഉണ്ടാവുക? 3 ATP ആണല്ലോ. ഇനി ഒരു ക്രെബ്സ് സൈക്കിളാ. ഓക്കെ, മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലാണ് ക്രെബ്സ് സൈക്കിൾ നടക്കുക. ആ റൗണ്ടിലുള്ളത് മാത്രമേ നമ്മൾ ക്രെബ്സ് സൈക്കിൾ എന്ന് പറഞ്ഞാല് കൗണ്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ക്രെബ്സ് സൈക്കിളില് 3 പോയിന്റുകളിലാണ് NADH+H+ ഉണ്ടാവുന്നത് ഒരു ടേണില്. ഇനി ഒരു പോയിന്റിലാണ് ഒരു FADH2, ഒരു പോയിന്റിലാണ് ഒരു ATP. ഒരു NADH+H+, 3 ATP അല്ലേ. അപ്പൊ 3 NADH+H+ എന്ന് പറയുന്നതോ 9 ATP. ഒരു FADH2 എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നടന്ന 2 ATP, ഡയറക്ട്ലി ഉണ്ടാവുന്ന ഒരു ATP. ടോട്ടൽ എത്ര വരിക? 12 ATP. അപ്പൊ ഗ്ലൈക്കോളിസിസില് 8,
അതേപോലെ ഒരു ലിങ്ക് റിയാക്ഷനില് 3, ഒരു ക്രെബ്സ് സൈക്കിളില് 12. അപ്പൊ ഏത് ആൻസർ എടുക്കുക? ഓപ്ഷൻ 4. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ലിങ്ക് റിയാക്ഷൻ അല്ലേ തന്നിട്ടുള്ളത്. ആ ലിങ്ക് റിയാക്ഷന് ഒരൊറ്റ സിംഗിൾ ഇക്വേഷൻ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. ഈ എൻസൈം ഓർക്കണം, പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. അസറ്റൈൽ കോ എൻസൈം എന്ന് പറയുന്നത് ഒരു 2 കാർബൺ കോമ്പൗണ്ട് ആണ്. ഓക്കെ, അതിനിവിടെ ഒരാളെയും കൂടെ ഈ ആരോന്റെ മേലെ കാണിച്ചിട്ടില്ലേ, അതാരാ? അത് മഗ്നീഷ്യം ആണ്. സോ ആൻസർ ഓപ്ഷൻ 2 ആണ് വരാം. അടുത്ത ചോദ്യം ഒരു അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? The respiratory pathway is considered as an amphibolic pathway rather than as catabolic one. Respiratory pathway amphibolic pathway ആണ്. എന്തുകൊണ്ട് അതിനെ amphibolic pathway എന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എന്തുകൊണ്ട് amphibolic pathway എന്ന് പറയുന്നത്? കാരണം റെസ്പിറേഷനിൽ കാറ്റബോളിസും ഉണ്ട്, ആനബോളിസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫാറ്റ് ആണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്നുണ്ടെങ്കിൽ അത് ആദ്യം ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിട്ട് ബ്രേക്ക് ഡൗൺ നടക്കും. യെസ്, ആ ഫാറ്റി ആസിഡ് ആരായിട്ട് മാറും? അസറ്റൈൽ കോ എൻസൈം ആകും. എന്നിട്ട് റെസ്പിറേറ്ററി പാത്വേയിലേക്ക് എൻറ്റർ ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ പാത്വേ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് അസറ്റൈൽ കോ എൻസൈമിനെ എടുത്ത് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫാറ്റി ആസിഡ് സിന്തസൈസ് ചെയ്യാം. അപ്പൊ അവിടെ എന്തും നടന്നു? ആനബോളിസവും നടന്നു അല്ലേ? അപ്പോ റെസ്പിറേഷനിൽ കാറ്റബോളിസം നടക്കുന്നുണ്ട്, ആനബോളിസം നടക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ ആംഫിബോളിക് പാത്വേ. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണല്ലോ. യെസ്. അടുത്തത്, ഡ്യൂറിംഗ് ബ്രേക്ക് ഡൗൺ ആൻഡ് സിന്തസിസ് ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾസ് ലൈക്ക് ഫാറ്റി ആസിഡ് ആൻഡ് പ്രോട്ടീൻ, റെസ്പിറേറ്ററി ഇന്റർമീഡിയറ്റ് ഫോം ദി ലിങ്ക് ഫോർ ഇറ്റ്. അല്ലേ? അതല്ലേ നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? കറക്റ്റ് ആണ്. നമുക്കത് എന്തായിട്ട് എടുക്കാം? കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് പറയാം. സോ ഓപ്ഷൻ 4 ആണ് ആൻസർ വരിക. ആൻഡ് ഇതിന്റെ കൂടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു സെന്റൻസ് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അഥവാ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ട്രഡീഷണലി റെസ്പിറേഷൻ ഈസ് എ ആംഫിബോളിക് പാത്വേ എന്നാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാ. സ്റ്റേറ്റ്മെന്റില് ട്രഡീഷണലി എന്ന് യൂസ് ചെയ്തിട്ടാണ് അത് പറയണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ആംഫിബോളിക് അല്ല. കൃത്യമായിട്ട് നമ്മൾ NCERT പറയുന്നുണ്ട് ട്രഡീഷണലി റെസ്പിറേറ്ററി പാത്വേ എന്ന് പറയുന്നത് എന്താ? അത് കാറ്റബോളിക് ആണ് കേട്ടോ. അപ്പൊ ആ കാര്യം കൂടെ ഒന്ന് ഓർക്കാം. അടുത്ത ചോദ്യം റെസ്പിറേറ്ററി കോഷ്യന്റിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ RQ പറഞ്ഞു. RQ എന്താ? വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ്ഡ് ടു വോളിയം ഓഫ് എന്താ? ഓക്സിജൻ കൺസ്യൂമഡ്. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? റെസ്പിറേറ്ററി കോഷ്യൻ. ഡിഫറെന്റ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റും അതിന്റെ RQ വാല്യൂ ഒക്കെ നമ്മൾ പഠിച്ചു. അത് ഉപയോഗിച്ചിട്ട് ഒന്ന് എന്താണ് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. More carbon dioxide is evolved than the volume of oxygen consumed. The respiratory substrate is. Respiration നടക്കുന്ന സമയത്ത് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചു, കുറച്ച് ഓക്സിജനെ എന്ത് ചെയ്തുള്ളൂ? യൂസ് ചെയ്തുള്ളൂ. കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്തു, കുറച്ച് ഓക്സിജനെ കൺസ്യൂം ചെയ്തുള്ളൂ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ RQ വാല്യൂ എപ്പോഴും എന്താ വരിക? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ് വരിക. ആണല്ലോ, ഡിനോമിനേറ്ററിൽ ചെറിയ ആളല്ലേ? ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ അവിടുത്തെ ആ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അത് ഓർഗാനിക് ആസിഡ് ആണ്. കാരണം ഓർഗാനിക് ആസിഡിന്റെ റെസ്പിറേറ്ററി കോഷ്യന്റ് എന്താ? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇവിടെ 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുക. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എവിടുന്ന് ചൂസ് ചെയ്യുക. The respiratory pathway is better to be considered as amphibolic pathway. ശരിയല്ലേ? അപ്പൊ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്തത്, Saccharomyces is used in alcoholic fermentation. Saccharomyces ആരാ? നമ്മളുടെ ഈസ്റ്റ് ആണ്. ഈസ്റ്റ് ഇൻ ആൽക്കഹോളിക് ഫെർമെന്റേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആണല്ലോ. The correct sequence of electron acceptor in electron transport system is cytochrome C, cytochrome B, cytochrome A and cytochrome A3. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ഓർഡർ ഒന്ന് നോക്കുക. നമ്മള് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തില് ഒരുപാട് സൈറ്റോക്രോംസ് ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്ന? സൈറ്റോക്രോം ബി എന്നാ. സൈറ്റോക്രോം ബി, അവിടെ നിന്ന് സൈറ്റോക്രോം C1, പിന്നെ ആരുടെ അടുത്തേക്കാ? സൈറ്റോക്രോം സി, പിന്നെ സൈറ്റോക്രോം എ, അത് കഴിഞ്ഞ് സൈറ്റോക്രോം A3. ഇതല്ലേ കറക്റ്റ് ഓർഡർ? അപ്പോ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാ. അപ്പോ എയും ബിയും കറക്റ്റ് ആണ്, സി എന്താ? തെറ്റാണ്. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ 3. ക്ലിയർ? അപ്പോ വളരെ കുറച്ച് കാര്യങ്ങൾ ഈ ചാപ്റ്ററിലെ ഏകദേശം എല്ലാ ഏരിയാസും ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം, നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു NTA
നമുക്ക് പുതിയൊരു ചാൻസ് തന്നിരിക്കുക, അല്ലെങ്കിൽ ഒരു ബെറ്റർ ആർക്കെങ്കിലും സ്കോർ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ബെറ്റർ ആക്കാനുള്ള ഒരു ചാൻസ് തന്നിരിക്കുകയാണ്. ഇനി ഫസ്റ്റ് നീറ്റിൽ തന്നെ നന്നായിട്ട് സ്കോർ ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവര് കുറച്ചുകൂടെ അതിനും കുറച്ചുകൂടി ബെറ്റർ ആക്കാനുള്ള ഒരു ചാൻസ് തന്നിരിക്കുകയാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് അതിനെ എടുക്കുക. എല്ലാവരും നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, കൂടുതൽ എക്സാമുകൾ എഴുതുക. അപ്പോൾ നീറ്റ് എക്സാം അടിപൊളിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.